പ്രോബ്ലംസ് ഫേസ് ചെയ്യാത്ത മനുഷ്യരില്ല. പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള എബിലിറ്റീനെയാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. റെസിലിയൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ജനറലി മെൻ്റലി ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ഹൗ ടു ബി മോർ റെസിലിയൻറ്റ്? ഒന്ന്, ഒറ്റയ്ക്കാകുന്നതിനെ പറ്റിയിട്ട് യാതൊരു കാരണവശാലും ആകുലപ്പെടാതിരിക്കുക. പല ആൾക്കാർക്കും പേടിയാണ്, എൻ്റെ ഫ്രണ്ട്സ് എന്നെ ലീവ് ചെയ്യോ, പാർട്ട്ണർ ലീവ് ചെയ്യോ, അല്ലെങ്കിൽ പേരൻസിന് എന്നെ ഇഷ്ടമല്ലാണ്ടാവുമോ. പ്ലീസിങ് ബിഹേവിയറിൽ നമ്മൾ അറിയാതെ ഏർപ്പെടാൻ തുടങ്ങും. ഇഫ് യു ഫിയർ ബീയിങ് അലോൺ, അൾട്ടിമേറ്റ്ലി യു ഹാവ് ടു ഫേസ് എവറിത്തിങ് അലോൺ. പാസ്റ്റിനെ പറ്റി ഒരുപാട് ആലോചിച്ച് ബോദർ ചെയ്യാതിരിക്കുക. കാരണം ഫ്യൂച്ചറിനെ പറ്റിയിട്ട് പ്രതീക്ഷ വയ്ക്കുകയും പാസ്റ്റിൽ നിന്നുള്ള ലേണിംഗ് ഉപയോഗിക്കുകയും പ്രസൻറ്റിൽ ഇഫക്റ്റീവായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും കൂടുതൽ റെസിലിയൻ്റ് ആവുന്നത്. നമ്മൾ പല ആളുകളെയും ലൈഫിൽ കാണും, പല ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസും ലൈഫിൽ ഫേസ് ചെയ്യും. അപ്പോൾ അവിടെയൊന്നും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പലതും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്തിട്ട് സമയം വേസ്റ്റ് ചെയ്യരുത്. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് ആലോചിച്ച് സമയം കളയരുത്. അതിനെയാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. നമുക്കതിനകത്ത് ഒരു റോളും ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളതിൽ കുടുങ്ങിയിട്ട് കാര്യമില്ലല്ലോ. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമ്മൾ ഒളിച്ചോടാൻ ശ്രമിക്കരുത്. നെവർ ഗിവ് അപ്പ് റെസ്പോൺസിബിലിറ്റി. ഇൻഫാക്ട് ഗ്രേറ്റ്നെസ് കംസ് ഫ്രം റെസ്പോൺസിബിലിറ്റി. നമ്മൾ ഏറ്റവും കൂടുതൽ അവോയ്ഡ് ചെയ്യുന്ന ആ ടാസ്ക് ആയിരിക്കും ചിലപ്പോൾ നമ്മളെ ഒരു 1 സ്റ്റെപ്പ് എഹെഡ് കൊണ്ടുപോകാനായിട്ട് സാധ്യതയുള്ള ഒരു ടാസ്ക്. ആൻഡ് നെവർ ഗിവ് അപ്പ്. നെവർ ഗിവ് അപ്പ് എന്ന് പറയുമ്പോൾ ഗ്രിറ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഗ്രിറ്റിൻ്റെ കമ്പോണൻസ് എന്താണെന്നൊക്കെ ഒന്ന് വായിച്ച് നോക്കാൻ ശ്രമിക്കുന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ഗ്രിറ്റ് ലീഡ്സ് ടു റെസിലിയൻസ് ആൻഡ് റെസിലിയൻസ് ലീഡ്സ് ടു ഗ്രിറ്റ്. അതായത് രണ്ടും ഭയങ്കര കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ സ്ഥിരോത്സാഹം കൾട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. റെസിലിയൻസിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാനായിട്ട് ഗ്രിറ്റ് എന്ന് പറയുന്ന ഏഞ്ചല ഡക്വർത്ത് എഴുതിയ പുസ്തകം ഒരു നല്ല വായനയാണ്.